ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് ഉപ്പാനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. സോയൊക്കെ അതാ മാറ്റി റെഡിയായി സെറ്റായിക്കണം. അപ്പം നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് സ്വപ്പം കയറിക്കണം. സ്വപ്പാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത്. നമ്മൾ അളിയൻ്റെ കൂടെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങി എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ന ബേബിൻ്റെ അടുത്തേക്കല്ല, പപ്പാനെ കൊണ്ടുവരാനാ. ഓളെ വിചാരം ഞങ്ങൾ ഹന്നയുടെ ബേബിയുടെ കാണാനാണ് പോകുന്നതെന്നാണ്. കാരണം ഓളോട് രാവിലെ നീച്ചപ്പോൾ ഹന്ന ബേബിനെ കാണാനാണ് വേഗം മാറ്റിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഓളെ നീപ്പിച്ചത്. അതുകൊണ്ട് ഓളാകെ തെറ്റിദ്ധരിച്ചിരിക്കണു. ഇനി കാറിൽ കുറച്ച് പെട്രോൾ അടിച്ചാലേ വണ്ടി മുന്നോട്ട് പോകുള്ളൂ. അതുകൊണ്ട് നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഇനി പമ്പിലോട്ടാണ് കയറിക്കുന്നത്. ഇനി നമ്മൾ നേരെ എയർപോർട്ടിലോട്ടാണ് വിടുന്നത്. അപ്പോൾ അതാ അനു പിന്നിരുന്ന് ഷോക്കെ കാണിക്കുന്നുണ്ട്. സോയി ഉണ്ട് കൂടെ. കുറച്ചാണ് പോന്നപ്പോൾ സോയ നല്ലൊരു ഉറങ്ങിക്കണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലോട്ടുള്ള റൂട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ചാണ് പോയാലാണ് എയർപോർട്ട് എത്തുക. അങ്ങനെ പോകുന്ന അവസാനം നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇതതിൻ്റെ എൻട്രിയാണ്. ഈ എൻട്രിയിലൂടെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കടന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ഇതിൻ്റെ ഉള്ളിലോട്ട് പോന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ പോകണം, നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണം. അപ്പോൾ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എയർപോർട്ടൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ കോഴിക്കോട്, നമ്മൾ സ്വന്തം കോഴിക്കോട് എയർപോർട്ടാണ്. ഇനി നമ്മളിതാ പാർക്കിംഗ് ഏരിയയിൽ കയറി. ഇനി എവിടെയെങ്കിലും വണ്ടി ഒന്ന് സൈഡാക്കിയിടണം. അതിന് എവിടെ നോക്കിയാലും സ്ഥലമില്ല, എല്ലായിടത്തും വരുന്ന തിരക്കാണ്. അപ്പോൾ നമ്മൾ ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. അവിടെ നമ്മൾ തൽക്കാലം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ പോവുകയാണ്, എയർപോർട്ടിൻ്റെ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ കയറി ചെല്ലുന്നത് അവിടുത്തെ സ്ക്രീനിൻ്റെ മുന്നിലോട്ടാണ്. അതിൽ നോക്കിയപ്പോൾ കണ്ടു പല ഫ്ലൈറ്റ് എപ്പോഴാണ് ലാൻഡ് ചെയ്തതെന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ വന്നിട്ടില്ല, വരുന്നുള്ളൂ. നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കണ്ടവിടെ ഒരുപാട് പേര് പോലെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. യോയപ്പൊക്കെ അവിടെ അലമ്പാക്കൽ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ കാത്തിരുന്ന് ഞങ്ങൾ രണ്ടാളും ഷോർട്ടിൽ തുടങ്ങി. കാരണം വരുന്നില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും വീഡിയോ പിടിച്ചിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ 2-3 ആൾക്കാർ വന്നതിന് ശേഷം അതാ നമ്മളപ്പോൾ അതാ വരുന്നു. പെട്ടിയൊക്കെ മുന്തി തള്ളി വരുന്നുണ്ട്. കണ്ടിട്ടില്ല, ഞങ്ങൾ കണ്ടിക്കണോ, മൂപ്പര് നമ്മളെ കണ്ടില്ല. അപ്പം കണ്ടിക്കണോ. നമുക്കൊരു ഹായ് ഒക്കെ കാണിച്ചിട്ടും കണ്ടോളി. ഹായ് കാണിച്ചിട്ടില്ല ഗൈസ്. നേരെ പോവുകയാണ്. അപ്പം നമുക്ക് നേരെ അപ്പുറത്തോട്ട് പോകാം. അപ്പോൾ വന്നപ്പോൾ കണ്ട ആളെ കാണാമല്ലോ, അതായത് നമ്മൾ സോയനെ തിരഞ്ഞു നോക്കുകയാണ്. അപ്പോൾ സോയ അതാ അവിടെ നൈസിൽ പോയിട്ട് ഐസ്ക്രീം മേടിച്ചിരുന്നതാണ്. അങ്ങനെ ഓളടുത്ത് വന്നു. അപ്പോൾ കാറ് പാർക്കിങ്ങിൽ നിന്ന് എടുത്തോണ്ടാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് ജസീലാക്കു. ഞങ്ങളിവിടെ കാത്തിരിക്കുകയാണ് വണ്ടി കൊണ്ട് വരുന്നത് നോക്കിയിട്ട്. കാറ് വന്ന സ്ഥിതിക്ക് നമ്മൾ വെട്ടിയായിട്ട് കാർക്ക് പോകുകയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ കയറിയിട്ട് വേറെ ഏതോ ഒരു കാക്കി നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു.
മൂപ്പര് വെട്ടിയൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും മൂപ്പര് വെച്ചാൽ ശരിയാകായിട്ട് അതിൻ്റെ കൂടെ ഒപ്പന്നെ വെട്ടി വെക്കാൻ കൂടുന്നുണ്ട്. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് ഇവിടെ, അതിപ്പോൾ തീരും. ഇപ്പോൾ ഒരുപാട് വണ്ടികൾ ബ്ലോക്കാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോണത്. പോന്ന് പകുതി എത്തിയപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല വൈബിക്കണം. ഇപ്പോൾ രാവിലെ ഒന്നും കഴിക്കാത്ത കാരണം എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കത് നൈസായിട്ട് എന്തെങ്കിലും തട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ അവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഇനിയിപ്പോൾ എന്താ കൈ വാഷ് ചെയ്യണം, അതാണല്ലോ അടുത്ത പരിപാടി. കൈ വാഷ് ചെയ്യാൻ പോയപ്പോൾ അതിന് കുറച്ച് സെൽഫി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കൈയൊക്കെ വാഷ് ചെയ്തിട്ട് ഇനി പുറത്തേക്ക് ഇറങ്ങാം. കൈ കഴുകി വന്നപ്പോൾ സോയത്തൊരു ബേബി ചെയറിന് പറഞ്ഞിട്ട് അവിടെ വാശി എടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ അതെടുത്തെടുക്കണം, കയ്യിലിരുന്ന് കഴിക്കാനൊരു ഊതി. അവളായി കയറി കുത്തിയിരുന്നപ്പോൾ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കഴിക്കാൻ വേണ്ടി നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മൾ 2 പൊറാട്ടി 2 നൂൽപുട്ടും 1 ദോശയാണ്. ദോശ സോയക്ക് ഓർഡർ ചെയ്തതാണ്. പക്ഷെ സോയ ഉണ്ടോ അപ്പം കഴിക്കണത്, സോയ നേരെ പൊറാട്ടമ്മക്ക് ചടിക്കണു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ വീണ്ടും വണ്ടി കയറി നമ്മൾ യാത്ര തുടരുകയാണ്. വിശപ്പൊക്കെ മാറിയ സമാധാനത്തിൽ പകുതി എത്തിയപ്പോൾ ഇപ്പതാ വീണ്ടും നല്ല ഉറക്കുന്നുണ്ട്. നമ്മളറിയാതെ വീഡിയോ എടുത്തുക്കണം. അങ്ങനെ പോകുന്നപ്പോൾ നല്ല രസമുള്ള പാടൊക്കെ കാണാണ്ട്, അപ്പോൾ ഒന്നും നോക്കിയില്ല. അതും പാടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്കും കാണാമല്ലോ വിചാരിച്ചിട്ട്. അങ്ങനെ അങ്ങാടിപ്പുറത്തേക്ക് എത്തിയപ്പോൾ ഇവിടെ പിരിഞ്ഞ ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇന്ന് എപ്പോഴാണ് ആ വീട്ടിലേക്ക് എത്തുകയാണ്. അവിടുത്തെ ഒരു 1 മണിക്കൂറത്തെ ബ്ലോക്കും കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പെരിന്തൽമണ്ണ ബൈപ്പാസിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഇനി കുറച്ച് സമയത്തിനുള്ളിൽ പെരേക്ക് എത്താം. പോണ വഴിക്ക് നമ്മൾ നല്ല മഴ ആസ്വദിക്കുന്നുണ്ട്, ഒപ്പം നല്ല മ്യൂസിക് ഇട്ട് ഫുൾ എൻജോയ്മെൻറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് നോക്കി നിങ്ങളൊന്ന് നമ്മളെ മലയാണ് കാണുന്നത്, കൊടികുത്തിമല. ഫുൾ കോടയൊക്കെ മൂടിയിട്ട് നല്ല സെറ്റായിട്ടാണ്, നല്ല വൈബാണ്. ഈ മയത്ത് ഇപ്പോൾ കൊടികുത്തി വലപ്പൊക്കെ പോരാൻ തോന്നില്ല. നമ്മൾ ഊട്ടിക്കും കൊടൈക്കനാൽക്കൊന്നും പോയ വൈബാവില്ല, അതുക്കും മേലെ കാരം. അതാ ഷെയ്സാനെ നമ്മളിപ്പം പോയിട്ട് ഷെയ്സ ആകെ നാണിച്ചിട്ടാണ് നിൽക്കുന്നത്. പന കണ്ടിട്ടാകെ നാണം വന്ന് നിൽക്കുകയാണ് ഷെയ്സാക്ക്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വീട്ടിലേക്ക് വന്നിട്ട് പെട്ടി സാധനങ്ങളൊക്കെ ഇറക്കിക്കുക. പെട്ടി എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ഇപ്പാടെ കുറച്ചില്ല പതപ്പൂ ഇതൊക്കെ ആയിട്ട് പോതപ്പോഴോ എന്തായാലും പെട്ടിയാണല്ലോ. പെട്ടി പുറത്തേക്ക് വെക്കുകയാണ്.
അങ്ങനെ ഗൈസ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. വാവ്, നിമ്മാൻ്റെ സ്പെഷ്യൽ എന്തൊക്കെയാ നോക്കാം. ആഹാ, നല്ല ബീഫൊക്കെ ഉണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടോടുക്കണ കഴിക്കാൻ നല്ല രസക്കാരം. അതേപോലെ തന്നെ നമ്മളെ കുമ്പളങ്ങ ചാറുണ്ട്. അപ്പോൾ നല്ല കോമ്പേക്കാരം ബീഫും കുമ്പളങ്ങ കറി ചോറും വേറെ വൈബാണ്. അങ്ങനെ ചോറൊക്കെ ടേബിളിൽ കൊണ്ടു വെച്ചിട്ടുണ്ട്. സിലാപ്പും ഉണ്ട് ഫുഡ് കഴിക്കാൻ. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഉച്ചയായതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. നമ്മളെ കൊണ്ടുവരാൻ പോയ വിശേഷങ്ങളൊക്കെ ഇതോടെ തീർന്നു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത പോക്കിൽ വീഡിയോ സെറ്റാക്കാം. അതുവരേക്കും ബൈ.